അറിയാം നമ്മുടെ ആളുകൾ കുറച്ചുപേര് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ഇപ്പൊ ഏതാണ്ട് ഉണ്ടക്ക ഉരുട്ടിക്കൊണ്ടുവരുമെന്ന്. ഇത് പിശാച് വളരെ തന്ത്രശാലിയാ. നിങ്ങൾ നോക്കിക്കോ, കൊടി പിടിക്കാനും ഇൻകിലാബ് വിളിക്കാനും നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് ആരും പോകുമായിരുന്നില്ല. കാരണം അവർ പഠിപ്പിച്ചതെന്താ? യേശു പറഞ്ഞതെന്താ? എന്റെ രാജ്യം ഐഹികമല്ല. സഭകളെയും സഭാവിശ്വാസികളെയും പക്ക ലോകക്കാരാക്കി മാറ്റാനുള്ള തീവ്രമായ ശ്രമം വിശുദ്ധന്മാരുടെ ഇടയിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ പല യോഗങ്ങളിലും അതിനുള്ള ആഹ്വാനം നൽകിക്കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, 100-ലധികം വർഷമായി ഈ വേർപെട്ട സമൂഹം കേരളത്തിൽ ആരംഭിച്ചിട്ട് നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ കാലത്ത് സഭ വളർന്നത് ഒരു രാഷ്ട്രീയക്കാരുടെയും പിന്തുണ ഉണ്ടായിരുന്നത് കൊണ്ടല്ല. പഴയ ആളുകൾക്കൊക്കെ അറിയാം, അവർക്കൊക്കെ MTHും PhDയും ഇല്ലായിരുന്നെങ്കിലും അവരിലൊക്കെ വ്യാപരിച്ച ആത്മാവിന്റെ അത്യന്ത ശക്തിയ സഭയെ വളർത്തിയത്. ഒന്നുകൂടെ പറഞ്ഞാൽ, വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുതെന്ന് പഠിപ്പിച്ച പിതാക്കന്മാരുടെ പിന്തലമുറക്കാരാണ് നമ്മളെങ്കിൽ നമ്മൾ ലോകക്കാരല്ല. ആളിനെ ഇറക്കി, ഗുണ്ടകളെ ഇറക്കി തല്ലി നേടുന്നതല്ല ദൈവസഭയുടെ വിജയം. ദൈവസഭ ജയിച്ചത് ഈ വചനത്തിന്റെ വാളുകൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. പുതിയ നിയമസഭയെ നിയമസഭയ്ക്കകത്ത് കൊണ്ടുപോയി കെട്ടാനുള്ള ഒരു ഗൂഢതന്ത്രം പിശാച് ആത്മീയ ഗോളത്തിൽ നടത്തുന്നുണ്ട്, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. കുറച്ചു പേർക്ക് അത്ര പിടിച്ചോന്ന് എനിക്ക് തോന്നുന്നില്ല മുഖം കണ്ടിട്ട്. അല്ല, ഇറങ്ങുന്നെങ്കിൽ ഇറങ്ങിക്കോ, കിട്ടുന്നതൊക്കെ മേടിച്ചു.